ഇനിയുള്ളത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ മുക്കാല് 3, 2, 3, 4 പാദങ്ങൾ ചേർന്നും തിരുവോണവും അവിട്ടത്തിൻ്റെ അര 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ബിസിനസ്സോ തൊഴിലോ ഒക്കെ സംബന്ധിച്ച് 7-ാം ഭാവത്തിലാണ് അവരുടെ വ്യാഴ ശുക്രന്മാരുള്ളത്. അതുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഒന്നിച്ചു ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള കൂട്ടായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് പല ലാഭങ്ങളും ഒക്കെ ഉണ്ടാകും. സഹപ്രവർത്തകന്മാർ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന അഥവാ കോപ്പറേറ്റീവ് ബിസിനസ്സുകൾ അല്ലെങ്കിൽ അങ്ങനെ ആ സംവിധാനത്തിൽ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒക്കെ പങ്കാളികളുടെ അനുകൂലമായിട്ടുള്ള ഇടപെടൽ മുഖാന്തരം ബിസിനസ്സിലും മറ്റുമൊക്കെ പ്രോഫിറ്റ് ഉണ്ടാകും. പുതിയ ബന്ധങ്ങളും പുതിയ കരാറുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ചർച്ചകൾ വഴി മറ്റുള്ളവരുമായിട്ടുള്ള പാർട്ട്നേഴ്സും അല്ലെങ്കിൽ കൂടെ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള നല്ല ബന്ധം കൊണ്ട് അവരുമായിട്ടുള്ള ചർച്ചകളിൽ കൂടെ നൂതന പദ്ധതികൾ നടപ്പാക്കാനും ഒക്കെ സാധിക്കുന്ന കാലമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ കൂടെ ഉണ്ടാകുന്ന ലാഭങ്ങളും ഈ ഒരു കാലത്ത് ഉണ്ടാകാവുന്നതാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുകയും അത് കൂട്ടുചേർന്ന് ചെയ്യുന്നതായിട്ടുള്ള സംരംഭങ്ങളിൽ കൂടെ ധനാഗമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരുമാനത്തിനും സ്ഥിരത ലഭിക്കുകയും ചെയ്യും. അത് സംയുക്തമായിട്ട് ചെയ്യുന്ന പദ്ധതികളിൽ കൂടിയായിരിക്കും ധനപരമായിട്ടുള്ള നേട്ടമുണ്ടാകാൻ സാധ്യത കാണുന്നത്. ആരോഗ്യം പൊതുവെ മെച്ചം തന്നെയാണ്. മറ്റ് രോഗങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. രോഗങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു വിമുക്തിയും ഉണ്ടാക്കുന്നതായിട്ട് കാണാവുന്നതാണ്. ദാമ്പത്യ ബന്ധത്തിലോ കുടുംബപരമായിട്ട് പറഞ്ഞാൽ ദാമ്പത്യ ബന്ധത്തിലും മറ്റുമൊക്കെ ഐക്യവും സമാധാനവും ഒരു പരസ്പരമായിട്ട് സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി വർത്തിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ്. ഇവർക്ക് പരിഹാരമായിട്ട് പറയാവുന്നത് ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശാസ്താവിന് ചെയ്യാവുന്നതായിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നതും, അതുപോലെ തന്നെ ശനി ഗ്രഹത്തിനെ പ്രാർത്ഥിക്കുക അഥവാ ശനി മന്ത്രം ജപിക്കുക, നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തി സൂര്യനും ശനിക്കും വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രായത്തിൽ കൂടുതലുള്ള അത് കുടുംബത്തിലുള്ളവരോ അല്ലാത്തവരോ ആയിട്ടുള്ള ഗുരുജനങ്ങളെ പോലുള്ളവർക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ചെയ്ത് അവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ട പ്രവർത്തനങ്ങളെ കൊണ്ടും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്.